അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് രണ്ടാം വട്ടവും PSG തൂക്കി. ഇന്നലെ നടന്ന ഫൈനലിൽ ആഴ്സണലിനെ 4-3 പെനാൽറ്റിയിലാണ് തോൽപ്പിച്ചത്. പക്ഷെ ഇന്നലെ കളി കണ്ട എനിക്ക് ഇന്നലെ ഫൈനലിൽ ഒരു പോരാട്ടം പോലെ തോന്നിയിട്ടില്ല. കാരണം ആഴ്സണൽ ഫസ്റ്റ് ഗോൾ അടിക്കുന്നു 5-ാം മിനിറ്റിൽ, അവേർഡ്സ് അടിക്കുന്നു. അതിനുശേഷം ആഴ്സണൽ കളിച്ച കളി എന്ന് പറഞ്ഞാൽ ബസ് പാർക്കിംഗ് ആണ്, പക്ക ബസ് പാർക്കിംഗ്. 25% ആഴ്സണലിന്റെ പ്ലേയേഴ്സിന്റെ കാൽമിൽ ബോൾ ഉണ്ടായിരുന്നത്. ബോൾ പൊസിഷന് 75% PSG കാൽമിലുണ്ടായിരുന്നു. നന്നായിട്ട് കളിച്ചതും PSG തന്നെയാണ്. PSG അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം ആഴ്സണൽ ഒരു ഗോൾ അടിച്ചതിന് ശേഷം ബസ് പാർക്കിങ്ങിൽ കൂടെ എങ്ങനെയെങ്കിലും കളി ജയിച്ചു പോകാമെന്ന് വിചാരിച്ചാൽ അവിടെ ഒരു തെറ്റി. 64-ാം മിനിറ്റിൽ പെനാൽറ്റി വരുന്നു. പക്ക പെനാൽറ്റിയാണ്. വലിച്ച് താഴെയാണ്, കാല് ഇടയ്ക്കുള്ളിട്ടിട്ട് വലിച്ച് താഴെയാണ്. അത് പെനാൽറ്റി വിളിച്ച് ഉസ്മാൻ ഡെമ്പലെ അടിച്ച് ഗോൾ അടിച്ച് 1-1 അങ്ങനെ പെനാൽറ്റിയിലേക്ക് പോകുന്നു. പെനാൽറ്റിയിലേക്ക് പോയി 4-3 അടിക്കുന്നു. 4-3 പറഞ്ഞാൽ ഗബ്രിയലിന്റെ പെനാൽറ്റി ഗോളി തടുക്കുന്നു. അപ്പോൾ 4-3 PSG കപ്പടിക്കുന്നു. PSG കിടിലൻ ടീമാണ് മക്കളെ. രണ്ടാമത്തെ തവണയാണ് അടിക്കുന്നത്. തുടർച്ചയായി 2-ാം തവണ കണ്ടിന്യൂസ് ആയിട്ട് UEFA ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നത്. അവരെ പ്ലേയേഴ്സ് ആകെ ഒരു പ്ലേയേഴ്സ് മാറിയുള്ളൂ. കഴിഞ്ഞ തവണ കപ്പടിച്ച പ്ലേയേഴ്സിന് ഒരു പ്ലെയറാണ് മാറിയത്, ഡൊന്നറുമ്മ ഗോൾ കീപ്പർ. ബാക്കി 10 പ്ലെയറും സെയിം ആണ്. ഇപ്പം PSG വെല്ലാൻ ഒരു ടീമില്ല മക്കളെ.